ശ്രീ കെ ജെ ജേക്കബ്, ഞാൻ ചോദിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റാണ്, ഇന്ത്യയിലെ ആകെയുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന വിശേഷണം അദ്ദേഹം സത്യപ്രതിജ്ഞാ ദിവസം നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചോയ്സ് ആണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളും അദ്ദേഹത്തിന്റെ പരാമർശവും അടക്കം. ഇപ്പോൾ ഇന്ന് CPM-ന്റെ പല ഹാൻഡിലുകളിലും പലരും ഉന്നയിച്ച ഒരു ആരോപണമാണ് അപ്പുറത്തെ ചേരിയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന വ്യത്യാസമാണ് എന്നുള്ളത്. അങ്ങനെയല്ല, ഞങ്ങളുടെ ചേരിയിൽ വന്നെങ്കിലും അപ്പുറത്തെ ചേരിയിൽ ഉണ്ടായിരുന്നതിന്റെ തഴമ്പാണ് എന്നുള്ള ഒരു സൂചന കൂടിയാണത്. ഇത് വ്യക്തിപരമായ കാര്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് CP ജോൺ വ്യക്തിപരമായിട്ട് അത്തരം ഒരു കാര്യം പറയേണ്ടതില്ല. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന്റെ മുന്നണിയുടെ പൊളിറ്റിക്സ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പദ്ധതി കേരളത്തിൽ വരുന്നത് മറ്റ് തമിഴ്നാട്ടിലും കർണാടകത്തിലും അവതരിപ്പിച്ച ഒരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവരികയാണ്. അത് സാധാരണഗതിയിൽ UDF-ന്റെ പ്രചരണവുമായിട്ട് നമ്മൾ കേട്ട ഒരു പദ്ധതിയല്ല. ശ്രീ രാഹുൽ ഗാന്ധി വന്ന് അനൗൺസ് ചെയ്യുന്നതുവരെ നമ്മളത് കേട്ടിട്ട് പോലുമില്ല. അപ്പം അതിലൊരു പ്രിപ്പറേഷന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പദ്ധതി അവതരിപ്പിച്ചിട്ട് 100 വർഷത്തേക്ക് 100 ദിവസത്തേക്ക് അവരൊരു പൈലറ്റ് പ്രോജക്റ്റ് പോലെയാണ് അത് അവതരിപ്പിച്ചത്. 100 ദിവസത്തേക്ക് ഞങ്ങൾ പഠിക്കും എന്നുള്ളതാണ്. ആ പഠനത്തിന്റെ എന്തെങ്കിലും ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കേരള സമൂഹത്തോട് CP ജോണും മുന്നണിയും കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആ പഠനമൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോ കാണുന്നത് KSRTCക്ക് പ്രശ്നമാകുന്നു, കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഇൻഡസ്ട്രിക്ക് പ്രശ്നമാകുന്നു. യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ, യാതൊരു ധാരണയും ഇല്ലാതെ ഒരു പദ്ധതി നടപ്പാക്കി അതിപ്പം ഇവരിപ്പോ പറഞ്ഞതുപോലെ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്നുള്ള മട്ടിലുള്ള വാചകങ്ങൾ കൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇതിന് പകരം UDF ചെയ്യേണ്ടത്, ഞാൻ ഈ പദ്ധതി അനുകൂലിച്ച ആളാണ്, പൊതുഗതാഗതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. പക്ഷെ ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. ഒരു പദ്ധതി നമ്മൾ എൻവിസേജ് ചെയ്യുമ്പം അത് നമ്മൾ ഇൻഫിനിറ്റ് റിസോഴ്സസ് ഉള്ള ഒരു സമൂഹം അല്ലെന്ന്, നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉള്ളൂ. അപ്പം അത് ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഉണ്ടാക്കി അവതരിപ്പിക്കേണ്ട ഒരു പദ്ധതി ഒന്ന് ആകാശത്ത് നിന്ന് പൊട്ടിമുളയ്ക്കുകയും അത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു ഡെസ്പറേഷന്റെ അതിൻ്റെ അകത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് ഈ വാക്കുകൾ വരുന്നതെന്നുള്ളതാണ്. എനിക്ക് അതിനകത്ത് മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ സ്ത്രീകളുടെ ബിഹേവിയർ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഈ തള്ളിക്കയറുന്ന സ്ത്രീകൾ പിന്നെ കുട്ടികളെ സ്കൂളിൽ വിടുന്നു. ഒരു വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ 70% സർക്കാർ സ്കൂളിലാണ്. 30% അൺഎയ്ഡഡ് സ്കൂളുകളിൽ കേരളത്തിലുള്ളൂ. കേരളത്തിന്റെ ഒരു പൊതു സാമ്പത്തിക സ്ഥിതി എടുത്താൽ അത് നേരെ തിരിച്ചാണ്. ഒരു 30% താഴെയായിരിക്കും മനുഷ്യർ അതിൽ താഴെയോ ആയിട്ടുണ്ടാവുക. അപ്പൊ ഈ കണക്ക്, ഈ ഡേറ്റ പോലും ഒന്നും അങ്ങോട്ട് ശ്രീ CP ജോണിനെ പോലെയുള്ള ഒരാൾ പറയുമ്പോൾ, അതായത് മൂലധനത്തിന്റെ മലയാളത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻ എഴുതാൻ പറ്റുന്ന ജോണിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അകത്തൊരു കണക്ക് വേണം. ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം അദ്ദേഹം സംസാരിക്കാൻ. അദ്ദേഹം സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ ഈ സ്ത്രീകൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്താണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കുഞ്ഞുങ്ങൾ അധികം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടുന്നത്? 70% മനുഷ്യരും പോകുന്നത് കേരളത്തിൽ നമുക്കറിയാം. ഇടത്തരം, മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, മേ ബി ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള അധികം കുട്ടികളും അൺഎയ്ഡഡ് സ്കൂളിലാണ് പോകുന്നത്. പിന്നെ വരുന്ന ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. അവരെയാണ് അദ്ദേഹം പറയുന്നത് ഈ തള്ളിക്കയറ്റക്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, അത് നമ്മുടെ നാട്ടിലെ എല്ലാത്തരം മനുഷ്യരും ആക്സസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിനെയൊക്കെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഈ ഒരു പദ്ധതി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് പറ്റുന്നില്ല എങ്കിൽ, ഇപ്പൊ നമ്മൾ കാണുന്ന വാർത്തകൾ മുഴുവൻ പ്രൈവറ്റ് ബസ് ഇൻഡസ്ട്രി എന്നുള്ളത് മിക്കവാറും അത് തകർച്ചയുടെ വക്കിലാണ്. അപ്പൊ ഇങ്ങനെ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു പദ്ധതി നടപ്പാക്കി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. KSRTCക്ക് പ്രശ്നം, കാരണം KSRTCയുടെ അവരുടെ പെർ കിലോമീറ്റർ അവരുടെ മൈലേജ് വന്നിട്ടുണ്ടെങ്കിലും സ്ത്രീകളത് ഉപയോഗിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പം KSRTCക്ക് നഷ്ടം, പ്രൈവറ്റ് ബസ് ഇൻഡസ്ട്രിക്ക് നഷ്ടം. ശ്രീ സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് ഈ സ്ത്രീകൾ ഇവരിൽ കിട്ടുന്ന പൈസ കൊണ്ട് ചിട്ടിയിലിട്ടിട്ട് അതുകൊണ്ട് അവർക്ക്
അവരത് സാമ്പാദ്യം തുടങ്ങുന്നതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ഒരു പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചിട്ട് ഇത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു കുളമായ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഡെസ്പറേഷനിൽ നിന്ന് വന്ന വർത്തമാനമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. സാധാരണഗതിയിൽ ഞാനും വളരെ ആദരവോടുകൂടി കാണുന്ന ആളാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്. എനിക്ക് വളരെ എത്രയോ വർഷമായി എന്റെ ഓർമ്മയിൽ പിന്നെ CMP തുടങ്ങുന്ന കാലം തുടങ്ങി ഞാൻ അദ്ദേഹത്തെ നോട്ടീസ് ചെയ്യുന്ന ആളാണ്. രാഷ്ട്രീയത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. പക്ഷെ പലപ്പോഴും സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്ന ആളുകളിൽ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് അങ്ങനെ വരാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രശ്നമല്ലത്. അത് ആ പദ്ധതി നടപ്പാക്കുക എന്നാൽ അതിനുള്ള ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്യാൻ അതിന്റെ പിന്നെ പ്രൈവറ്റ് ബസ് ഇൻഡസ്ട്രിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു വർത്തമാനവും നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ കേൾക്കുന്നത് ഈ വണ്ടിയിൽ കയറുന്ന സ്ത്രീകളെ കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള പരാമർശമാണ്. അതല്ല വേണ്ടത് ഈ പദ്ധതി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറയാനേ പറ്റുമെങ്കിൽ പുരുഷന്മാർക്ക് കൊടുക്കണം, പ്രൈവറ്റ് ബസ് ഇൻഡസ്ട്രിക്ക് കൊടുക്കണം. ഗ്രേഡഡ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് എത്രത്തോളം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് കൊണ്ടുപോകുന്നതിന് പകരം ഈ തള്ളിക്കയറ്റം എന്നൊക്കെ പറയുന്നതിന് ഒരു മര്യാദകേടുണ്ട്. ആ മുന്നണിയാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ആ പദ്ധതി എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ആ പദ്ധതി നന്നായിട്ട് പോവുകയാണെങ്കിൽ ഇത്തരം വർത്തമാനം ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് CP ജോണിനെ പോലെ ഒരാളെ നാക്കിയെന്ന് ഒരിക്കലും ഇത് വരൂല്ല. പക്ഷെ നമ്മൾ കാണുന്നത് അദ്ദേഹം പോയി പ്രസംഗിക്കുന്ന ഈ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന്റെ അവിടെയാണ്. അവരുടെ പ്രശ്നം കൂടി പുള്ളി ഉൾക്കൊള്ളാൻ ശ്രമിച്ചതായിരിക്കും. അപ്പൊ ആ പ്രശ്നത്തെ ടോട്ടലായിട്ട് അഡ്രസ് ചെയ്യുന്നതിന് പകരം ഇതിങ്ങനെ ഈ ബസ് ഇങ്ങനെ പോകുന്നുള്ളൂ, ഇതിൻ്റെ അകത്ത് സ്ത്രീകൾ തള്ളി കയറുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളൊരു പിന്നീട് ഉണ്ടാകുന്ന ഒരു തോന്നൽ, അതിൻ്റെ അകത്താണ് ഇത് വരുന്നത്. ദേ ഹാവ് ടു റീകാലിബ്രേറ്റ്. ആ പദ്ധതി 100 ദിവസത്തെ ഒരു പഠനത്തിന് ശേഷം ആ പഠനത്തിന്റെ ഡേറ്റ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കട്ടെ. എന്നിട്ട് എത്രത്തോളം പണം നമുക്ക് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒരു കുറച്ചുകൂടെയൊക്കെ ഒരു ഡയലോഗ് അതിന്റെ പുറത്താകാം. അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ വർത്തമാനങ്ങൾ ഒഴിവാക്കാം. അതല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഫലം. Debate with Madhu Saji.